തുടർച്ചയായ രണ്ടാമത്തെ രാത്രിയിലും ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ പോലും ലക്ഷ്യമിട്ട് പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഇന്ത്യയുടെ സുശക്തമായ സുദർശന ചക്രം തകർത്ത് തരിപ്പണമാക്കി. 36 കേന്ദ്രങ്ങളിലേക്ക് 400 ഡ്രോണുകൾ പാകിസ്ഥാൻ പായിച്ചത് ലോകം മുഴുവൻ കണ്ടതാണ്. ആകാശയുദ്ധം നടക്കുമ്പോൾ സ്വന്തം യാത്രാ വിമാനങ്ങളെ പറക്കാൻ അനുവദിച്ച് വിദേശ യാത്രക്കാരുടെ ജീവൻ പോലും പണയം വെക്കാൻ പാകിസ്ഥാന് മടിയില്ലായിരുന്നു. ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ വിമാനയാത്രക്കാർ കൊല്ലപ്പെട്ടെന്ന പ്രചാരണം നടത്താനുള്ള തെമ്മാടി രാഷ്ട്രത്തിന്റെ വികലമായ നിലപാട്. ഇന്ത്യൻ ജനതയെയും സൈനിക ക്യാമ്പുകളെയും ലക്ഷ്യമിട്ടുള്ള പാക് ആക്രമണത്തിന് കൂട്ടായത് കൂട്ടുകാരായ തുർക്കിയുടെ ഡ്രോണുകൾ. തിരിച്ചടിക്കിടെ പാകിസ്ഥാന്റെ റഡാർ സംവിധാനം ഇന്ത്യ നിർവീര്യമാക്കി. പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങുമ്പോൾ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഒളിച്ചിരിക്കുന്നു. പാക് പ്രധാനമന്ത്രി പേടിത്തൊണ്ടനെന്ന് അസംബ്ലിയിൽ വിളിച്ചു പറയുന്ന MP. സൈനിക മേധാവി അസീം മുനീറിനെതിരെ നടക്കുന്ന അട്ടിമറി നീക്കം. ഇന്ത്യയിൽ നിന്ന് ഓപ്പറേഷൻ സിന്ദൂറിൽ ഭീകരർക്ക് കിട്ടിയ അടിക്ക് തിരിച്ചടി നൽകാൻ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾ തകർന്നടിയുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പാകിസ്ഥാൻ അടി ഇരന്നു വാങ്ങുന്നു.